രാമായണം 12-ാം ദിവസം. ശരഭംഗ മന്ദിര പ്രവേശനം. രാമലക്ഷ്മണന്മാരും ജാനകീതാനും പിന്നെ ശ്രീമയമായ ശരഭംഗ മന്ദിരം ബുക്കാർ. സാക്ഷാൽ ഈശ്വരനെ മാംസേക്ഷണങ്ങളെ കൊണ്ടു വീക്ഷിതാപസവൻ പൂജിച്ചു ഭക്തിയോടെ. കന്ദപക്വാദികളാദിത്യം ചെയ്തു ചിത്താനന്ദമുൾക്കൊണ്ടു ശരഭംഗനുമരുൾ ചെയ്തു. ഞാൻ അനേകം നാളുണ്ടു പാർത്തിരിക്കുന്നിതത്ര ജാനകിയോടും നിന്നെ കാൺമതിന്നാശയാലേ. ആർജവബുദ്ധ്യാചിരം താപസ ബഹുതരമാർജിച്ചേനല്ലോ. പുണ്യമിന്നു ഞാനവയെല്ലാം മർത്യനായി പിറന്നോരു നിനക്കു തന്നീടിനേനദ്യ. ഞാൻ മോക്ഷത്തിനായി ഉദ്യോഗം പൂണ്ടേനല്ലോ. നിന്നെയും കണ്ടു മമ പുണ്യവും നങ്കലാക്കി എന്നിയേ ദേഹത്യാഗം ചെയ്യരുതെന്നു തന്നെ ചിന്തിച്ചു ബഹുകാലം പാർത്തു ഞാൻ ഇന്നിരുന്നിതു ബന്ധവും മറ്റു കൈവല്യത്തെയും പ്രാപിക്കുന്നേൻ. യോഗീന്ദ്രനായ ശരഭംഗനാം തപോധനൻ യോഗേശനായ രാമൻ തൻ പദം വണങ്ങിനാൻ. ചിന്തിച്ചിടുന്നേൻ അന്തസന്തതം ചരാചര ജന്തുക്കൾ അന്തർഭാഗേ വസന്തം ജഗന്നാഥം. ശ്രീരാമം ദുർവാദളം ശ്യാമളമംഭോജാക്ഷം ചീരവാസസം ജഡാമഗുണം ധനുർധരം. സൗമിത്രീ സേവ്യം ജനകാത്മജാ സമന്വിതം സൗമുഖ്യമനോഹരം കരുണാരത്നാകരം. കണ്ഠഭാവവും നീക്കി സീതയാ രഘുനാഥം കണ്ടിരിക്കവേ ദേഹവും ദഹിപ്പിച്ചു ലോകേശപദം പ്രാപിച്ചിടിനാൻ. തപോധനാകാശമാർഗേ വിമാനങ്ങളും നിറഞ്ഞുതേ. നാഗേശാദികൾ പുഷ്പവൃഷ്ടിയും ചെയ്തിടിനാർ. പാകശാസനൻ പാദാംഭോജവും വണങ്ങിനാൻ. മൈഥില്യ സൗമിത്രീണ താപസഗതി കണ്ടു കൗസല്യാതനേനും കൗതുകമുണ്ടായി വന്നു. തത്രൈവ കിഞ്ചിൽ കാലം കഴിഞ്ഞോരനന്തരം വൃത്രാര്യമുഖ്യന്മാരുമൊക്കെ പോയി സ്വർഗം പൂക്കാൻ.